അത് ആളുകളുടെ ഒരു വലിയ സംശയമാണ്. ഇന്നലെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുമായി മുന്നിലുണ്ടായിരുന്നല്ലോ, നമ്മൾ സംസാരിച്ചപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു കാര്യം, നമുക്ക് സ്വതന്ത്രമായി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിശ്ചയമായി നമുക്ക് ഒരു രാഷ്ട്രീയ ഒരു പൗരബോധമുണ്ട്, സാമൂഹ്യ നിലപാടുണ്ട്, നിരീക്ഷണമുണ്ട്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഇതിൽ നിന്നെല്ലാമാണ് നമ്മുടെ ഒരു അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നത്. അവിടെ ഒരു എഡിറ്റർ എന്ന നിലയിൽ എനിക്ക് ആ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ സ്ഥാപനം നിശ്ചയമായും തരുന്നുണ്ട്. എൻ്റെ വാർത്താ സംവിധാനത്തിന് ആ നിലയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അതേ നിലയ്ക്ക് മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ മറ്റ് മാധ്യമങ്ങളെ നിശ്ചയമായും ബാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകും. പ്രതിപക്ഷ പാർട്ടികളായി മാറുന്ന മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. പ്രതിപക്ഷ നിലപാടെടുക്കാം, സർക്കാരുകളെ വിമർശിക്കുന്ന, കണ്ടൻറ്റിൽ നിന്ന് വിമർശിക്കുന്ന, പ്രതിപക്ഷ സ്വരമുള്ള നിലപാടുള്ള മാധ്യമമാകാം. പക്ഷേ പ്രതിപക്ഷ പാർട്ടിയായി ഒരു മാധ്യമം മാറേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കേരളത്തിൽ നേരിടുന്നുണ്ട്. അതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം കൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച തോറും വരുന്ന റേറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ അജണ്ടകൾ നിർണ്ണയിക്കുന്നതിൽ മാനേജ്മെൻറ്റുകൾ ഇടപെടുന്നുണ്ട്. മാനേജ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് അഭിപ്രായം മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാനലിലിരുന്ന് നമ്മൾ കൊള്ളയ്ക്കെതിരെ വലിയ നിലയിൽ സംസാരിക്കും, മറ്റൊരു ചാനലിൽ ചെല്ലുമ്പോൾ അത് സംസാരിക്കാൻ പറ്റാതെ വരും. എന്തുകൊണ്ടാണ്? അതിൻ്റെ നിക്ഷേപ താല്പര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ വന്നാൽ പിന്നെ എങ്ങനെ സംസാരിക്കും? അപ്പോൾ കാര്യം മാറിയില്ലേ? ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് പല രൂപത്തിൽ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു തൊഴിലുകൂടിയാണ്. ആ തൊഴിൽ എന്ന നിലയ്ക്ക് ഇത്തരം നിർബന്ധങ്ങൾക്കും ഇത്തരം നിർദ്ദേശങ്ങൾക്കും ഒരുപാട് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്.